ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. സർക്കാരിൻ്റെ ആടുഗ്രാമം പദ്ധതിയിലൂടെ ജീവിതത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തപ്പെട്ട വീരവനിതകളുടെ വിജയമന്ത്രങ്ങളുടെ ആവർത്തനം. സ്ത്രീ ശാക്തീകരണമെന്ന വിപ്ലവം ചിലർക്ക് അതിജീവനത്തിൻ്റെ വീരചരിതം കൂടിയാണ്. വിശപ്പും ക്രൂരമായ ജീവിത സാഹചര്യങ്ങളെയും മറികടക്കാൻ ഇവർക്ക് ശക്തിയും മോചസ്സും നൽകുന്നതല്ലേ യഥാർത്ഥ വികസനം? അതെ, അതിലൊരു നേരുപൊള്ളിക്കുന്ന ജീവിതാവസ്ഥയുടെ നേർക്കാഴ്ച. പ്രണയം ഇവർക്കും രണ്ടും കൽപ്പിച്ചൊരു ജീവിതത്തിന് ധൈര്യം നൽകി. വീടും നാടും വിട്ട് ഭർത്താവിൻ്റെ കുടുംബത്തോട് ചേരുമ്പോൾ പ്രായം തളർത്തിയ ഒരമ്മയും 5 സെൻറ്റ് സ്ഥലവും മാത്രമായിരുന്നു സമ്പാദ്യമെന്ന കുറവ് അവൾ കണക്കാക്കിയതേയില്ല. ജീവിതം 8 വർഷം പിന്നിട്ടപ്പോൾ 3 ആൺമക്കളൊഴിച്ച് മറ്റെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. സ്വന്തം ഭർത്താവ് പോലും. ഇതിൽ അംഗമാവുന്ന സമയത്ത് ഭർത്താവിൻ്റെ പ്രണയം പുതിയ ജീവിതം തെരഞ്ഞു. ഒരു തൊട്ടടുത്തുനിന്ന് ഒരു പെൺകുട്ടീനെയും കൊണ്ടാണ് പോയത്. ഗർഭിണിയായപ്പോഴാണ് പോയത്. സമീപവാസിയായ സ്ത്രീയിൽ പുതിയ ജീവന് വിത്തിട്ട് സ്വകുടുംബത്തോട് യാത്ര പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ കുടുംബം തകർന്നു. 1.25 ലക്ഷം രൂപ ബാധ്യത വരുത്തിയിട്ടാണ് ഭർത്താവ് പോയിട്ടുള്ളത്. 3 കുട്ടികളും വീടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥയും. പട്ടിണിയും കണ്ണീരും തോരാതെ വന്നപ്പോൾ 70 വയസ്സിൻ്റെ ജീവിതാനുഭവമുള്ള അമ്മ പോലും പറഞ്ഞു, നമുക്ക് മരിക്കാം മക്കളെ. ആത്മഹത്യ ചെയ്യാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. കാരണം കടക്കാരെ സൊസൈറ്റിയിൽ നിന്നാണ് ലോൺ എടുത്തിട്ടുള്ളത്. അവർ 1-2 തവണയൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് മാനസികമായി പ്രശ്നമായി. പിന്നെ ജാമ്യം നിന്നിട്ടുള്ള ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ നമുക്ക് വേറെ മാർഗ്ഗമില്ലേ എൻ്റെ മുമ്പിൽ. വിഷം നിറം നൽകിയ ചോറിൽ കണ്ണീരും ചേർത്ത് ഉരുള ഉരുട്ടുമ്പോൾ 7 വയസ്സുകാരൻ മൂത്ത മോൻ വിതുമ്പി പൊട്ടി കാതിൽ പറഞ്ഞു, അമ്മേ എനിക്ക് മരിക്കണ്ട, അമ്മയും മരിക്കണ്ട, ആരും മരിക്കണ്ട അമ്മേ. ഞാനങ്ങനെ പറയും, ഇനി നമുക്കതാ മാറുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ പറയും, എനിക്ക് തരരുതെന്ന് പറയാറുണ്ട്. ഞാൻ കഴിക്കില്ല, എനിക്ക് തരണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം എന്നാ പറയാവേ. കണ്ണീരും വാത്സല്യവും വിശപ്പ് മാറ്റിയ ദിവസങ്ങളിലൊന്നും ആ മകന് മുന്നിൽ തിന്നാൻ നീട്ടിയ ഒന്നിലും അവന് വിശ്വാസമില്ലായിരുന്നു. 5 ആടിനെ തരാം, നിനക്ക് പറ്റുമോ ജീവിക്കാൻ? അളഗപ്പ നഗർ CDS ചെയർപേഴ്സൻ്റെ വാക്കുകൾ ഒരു നിയോഗമായിരുന്നു തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്നവൾ തിരിച്ചറിഞ്ഞു. 5 ആടിനെയാണ് അന്ന് കിട്ടിയത്. ഞങ്ങൾ 5 ആളുണ്ടായിരുന്നു ഇവിടെ. അതിൽ ഓരോരുത്തർക്കും 5 ആട് വീതം. ഒരുപാട് കഷ്ടപ്പാടുകൾ, കൂലിപ്പണിക്ക് പോയോണ്ടിരുന്നതാണ് ഞാൻ. അതിൽ നിന്ന് ഇപ്പോൾ കൂലിപ്പണിക്ക് ആളെ വയ്ക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ശരിക്കും പറഞ്ഞാൽ എത്തിയിട്ടുണ്ട്. 5 തുടങ്ങി 100ഓളം ആടുകൾ. ഇപ്പോൾ ആടിൻ്റെ ഇത് തന്നെ ആട്ടുംകാട്ടത്തിൽ നിന്ന് തന്നെ ഒരു 5000 രൂപയുടെ മുകളിൽ എനിക്കൊരു മാസം വരുമാനമുണ്ട്. പിന്നെ ആട്ടിൻ മൂത്രം കൊടുക്കുന്നത് ലിറ്ററിന് 90 രൂപയായിട്ടാണ്. ആടുകൾ നൽകിയ ജീവിതത്തിനൊപ്പം സ്നേഹവും ആദരവും ധൈര്യവും എല്ലാം വേണ്ടുവോളമുണ്ട്. എല്ലാവർക്കും എന്നോട് തന്നെയാണ് താല്പര്യം. കാരണം നീ ഇപ്പോഴാണ് ജീവിക്കണേന്ന് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ പോലും പറയുന്നത്, ഇപ്പോഴാണ് ജീവിക്കണേന്നാ. അങ്ങനെ ഇപ്പോൾ ആ കടങ്ങളൊക്കെ വീട് ഒരെണ്ണം ഒരു ഓല ഷെഡായിരുന്നു. അതിൽ നിന്നൊരു വീട് പണിതു. ഒരു 65 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങി. ഇപ്പോൾ ഒരു 3-4-5 പവൻ സ്വർണം വാങ്ങാൻ പറ്റി. ഈ കാട്ടുമുക്കിൽ കിടക്കണ ആരും അറിയാതെ കാരണം ഞാൻ ഇത്രത്തോളമൊക്കെ ആയതൊക്കെ വലിയ ഇതിലൊരു പദ്ധതിയിൽ വന്നുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമ മാതൃകയിലെ കണ്ണിയാകുമ്പോൾ ജീവിതം വച്ചു നീട്ടിയ സുമനസ്സുകൾക്ക് മുന്നിൽ നന്ദിയോടെ കൈകൾ കൂപ്പാനേ ഇന്നവൾക്കാവൂ.